ഹായ് ഗായ്സ്, ഞാൻ ട്രിവാൻഡ്രത്തോട്ട് പോവാണ്. എൻ്റെ മാമേൻ്റെ വീട് അവിടെയാണ്. ഞാനൊരു എക്സാമൊക്കെ എഴുതിയിട്ട് ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ റിസൾട്ട് വരുന്ന വേറെ പണിയൊന്നുമില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടിയും ട്രിവാൻഡ്രത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. മേക്കപ്പും സ്കിൻ കെയറും കൂടി രാവിലെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാൻ വിചാരിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പം ബിരിയാണിയൊന്നും വന്നില്ല. അപ്പം അമ്മ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് വന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മ ബിരിയാണീൻ്റെ കൂടെ പച്ചലൈസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആ പച്ചലൈസ്. ബാക്കിയുള്ള ഫ്ലേവറിനെക്കാട്ടും എനിക്ക് ഭയങ്കര ക്രേസാണ് ഈ ഒരു ഫ്ലേവറിനോട്, എന്താ അറിയില്ല. അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. രാവിലെ നല്ല ക്ലൈമറ്റായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വെയിലായി. ഞാൻ വിൻഡോ സീറ്റ് വാശി പിടിച്ചെടുത്തതാണ്, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ബൗണ്ടിയൊക്കെ കഴിച്ചു. അങ്ങനെ എനിക്ക് ഭയങ്കര ബോറടിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ രസമായിരുന്നു, പിന്നെ വെയിൽ വന്നപ്പോൾ എനിക്ക് ബോറടിച്ചു. അപ്പം ഞാൻ അമ്മേൻ്റെ വാച്ചിട്ട് നോക്കി, പിന്നെ അമ്മേൻ്റെ സ്പെക്സ് വെച്ച് നോക്കി. അങ്ങനെ ഓരോ മണ്ടത്തരമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഒരു ഈവനിങ് ടൈം ആയപ്പം ഞങ്ങൾ കോഫി വാങ്ങിച്ചു. കോഫി നല്ല ചൂടായിരുന്നു. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ ഞാനും അമ്മയും കൂടി ഓരോന്ന് കളിക്കുമായിരുന്നു. എനിക്കും അമ്മയ്ക്കും കുറച്ച് കഴിഞ്ഞപ്പം ബോറടിച്ച് ഞങ്ങളെ തന്നെ ഇടിച്ചിടിച്ച് കളിക്കുമായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് നേരം ആലപ്പുഴയോ അവിടെ എവിടെയോ ആണെന്ന് തോന്നുന്നു നിർത്തിയിട്ട് കുറച്ച് നേരം. പിന്നെ ഭയങ്കര മൂടിയായി. ഒരു കുറച്ച് സ്ഥലം കഴിഞ്ഞപ്പം ഒരു മഴേൻ്റെ ആ ഒരു ഇതായി ക്ലൈമറ്റ്. കോഴിക്കോട് സത്യം പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. മീൻസ് ഇപ്പോഴും വലിയ മഴയൊന്നുമില്ല, പക്ഷേ ട്രിവാൻഡ്രം നല്ല ഇപ്പം മഴയാണ്. അങ്ങനെ ഞങ്ങൾ സ്നിക്കേഴ്സൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അമ്മേനോട് നല്ല കച്ചറയായിരുന്നു, ഇങ്ങനെ എണ്ണമഴയുള്ളതൊന്നും ട്രെയിനിൽ നിന്ന് വാങ്ങിക്കേണ്ടതെന്നുണ്ട്. പിന്നെ അമ്മേൻ്റെ സന്തോഷം അതാ, അമ്മ ഞാൻ കട്ട്ലറ്റ് ലാസ്റ്റ് വാങ്ങിക്കാൻ സമ്മതിച്ചു. അപ്പം കട്ട്ലറ്റ് വാങ്ങിയതിൻ്റെ സന്തോഷമാണ് ആ കാണുന്നത്. പിന്നെ അമ്മേൻ്റെ ഫോണിൽ പണ്ടത്തെ അമ്മേൻ്റെ തന്നെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ കിടന്ന് ചിരിക്കായിരുന്നു. പിന്നെ അമ്മ ഏതോ കോൾ ചെയ്തപ്പം എനിക്ക് ബോറടിച്ച് ഞാൻ കുറച്ച് നേരം മുടിയൊക്കെ കാറ്റത്ത് പറത്തിയിട്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് എൻജോയ് ചെയ്യായിരുന്നു. ഞാനൊരു 8 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി. അമ്മ അവിടെ ബ്ലോക്ക് ബസ്സിൽ, എന്താ ഗെയിമിൻ്റെ പേര് എനിക്കറിയില്ല, ആ ഗെയിമിൻ്റെ പ്രാന്താ. അപ്പോൾ അതൊക്കെ കളിച്ച് അമ്മ ഇരിക്കുമായിരുന്നു. എനിക്ക് ഉറക്കം വന്ന് ഞാൻ 8 മണിക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞു. അപ്പം 9 മണിക്കാണ് എത്തുന്നത്. അപ്പോൾ അമ്മ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞു ഇപ്പം എത്തും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ട്രെയിൻ 9:30ക്കാണ് എത്തിയത്. അത് വേറെ കാര്യം. എന്നിട്ട് എന്നെ വെറുപ്പിച്ചിട്ട് എന്നെ ലാസ്റ്റ് ഉറങ്ങാനേ സമ്മതിച്ചില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം എത്താനായി. ഞങ്ങൾ ബാഗൊക്കെ മുകളിൽ നിന്ന് എടുത്തു. പിന്നെ അവിടെ എത്തി. അങ്ങനെ പുറത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. തമ്മിയമ്മയും ഭരത്തായിരുന്നു ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നത്. അപ്പം അവരപ്പുറത്ത് കാർ വെച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം കയറി. ഞാനും ഭരത്തും കൂടി എന്തൊക്കെ കളിക്കുക. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് മഴ, മറ്റേ സ്ഥലത്ത് മഴ പെയ്യുന്നില്ല, അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി. ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ട് ഞാൻ പിന്നെ